ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും അറിയാം, ഓണാണ്, രാവിലെ പൂക്കളിടണം. എന്താ സച്ചുവിന്റെ വിശാലമായ അടിച്ചുവാരലുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത്. കാലവേലയാണ് എന്നുള്ള കമന്റ് ആരും ഇടണ്ട. അവളുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെയോ പോയി ചെയ്യാണ് ഗൈസ്. വലിയ ആളെ പോലെ അടിച്ചു വരുന്നു, മുറെടുക്കുന്നു, കോരുന്നു. ഐഷ് എന്താ പെർഫെക്ഷൻ. ഹായ് ഗൈസ്, അപ്പോ ഞാൻ വീട്ടിലെത്തി. ഓണൊക്കെ അല്ലേ, അപ്പൊ ഇത്രയും ദിവസം സച്ചുവിന്റെ വകയായിരുന്നു പൂക്കളൊക്കെ. അപ്പൊ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവൾ തന്നെ ഞാൻ വരുന്നേക്കാളും മുന്നേ അടിച്ചൊക്കെ വാരി അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പൊ പൂവ് ഓൾറെഡി കുറച്ച് വാങ്ങി വെച്ചതുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, കുറച്ച് പൂവൊക്കെ വാങ്ങിയതുണ്ട്. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് പൂക്കളിടാം. സോ ലെറ്റ്സ് സെലിബ്രേറ്റ് ദിസ് ഓണം ടുഗദർ. ജോയിൻ മീ. നമ്മളൊരു 100 രൂപയുടെയൊക്കെ കിറ്റ് കിട്ടില്ലേ, അങ്ങനെ ഒരു കിറ്റ് വാങ്ങിയതാണ് കേട്ടോ. അതില് വെള്ള ജമന്തി ഉണ്ട്, പിന്നെ ചെണ്ടുമല്ലി ഉണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ചും ഉണ്ട്, പിന്നെ ഈ ഒരു വയലറ്റ് കളർ സാധനം പൂവ് എന്താണെന്ന് എനിക്കറിയില്ല, പിന്നെ റോസ് പൂവ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യില്. സച്ചു എപ്പോഴും ഈ വാടാമല്ലി പിച്ചറ പണിയൊക്കെ പ്രായം കുറഞ്ഞ ഏറ്റവും ചെറുതുങ്ങൾക്ക് കിട്ടും. കാരണം ആർക്കും ഇഷ്ടമല്ലല്ലോ ഈ സാധനം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണല്ലോ ഇന്നത്തെ ഡിസൈനർ. പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എനിക്ക് തോന്നിയ പോലെ കുറെ വട്ടം ഓരോ കളർ കോമ്പിനേഷൻ എനിക്ക് തോന്നിയ പോലെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. ഞാൻ ഇത് ശരിക്കും നുറുക്കിയിട്ട് ഇടാൻ നല്ലത്, പക്ഷേ നുറുക്കാനുള്ള ക്ഷമപ്പയ്ക്കില്ല. അതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ പറിച്ചിട്ടിടുന്നത്. അപ്പം നീളത്തിലാ വരിക. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമ്മുടെ വീട്ടിലല്ലേ. ഇന്ന് ഭയങ്കര വലിയ പൂക്കൾ ഇടണം എന്നൊക്കെയായിരുന്നു സച്ചുവിന്. പക്ഷെ കുറച്ചൊക്കെ ഇട്ട് വന്നപ്പോൾ എനിക്ക് ചെറിയ മടി പിടിച്ച് തുടങ്ങി. സച്ചു ഇങ്ങനെ ഫുൾ എക്സ്പെക്ടേഷനോടെ എൻ്റെ പൂക്കളിടൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രസമുണ്ടായിരുന്നു, കളർ കോമ്പിനേഷൻ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ പൂക്കൾ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. തിരുവോണത്തിന് എന്തായാലും നമ്മൾ നല്ല വലിയ പൂക്കൾ തന്നെ ഇടുന്നതായിരിക്കും. പൂക്കൾ ബാക്കിയുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ് കാണാൻ? എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് എനിക്ക് മടിയായി. അപ്പം ഞാൻ ചെറിയൊരു പൂക്കളത്തിൽ ഒതുക്കി അവിടെ നിർത്തി. പിന്നെ തിരുവോണത്തിന് നമുക്ക് ഇതിലും വലുതിടാമല്ലോ. പിന്നെ സച്ചു കണ്ടോ ഇരുന്ന് വായിക്കുന്നു കാണാണ്ടോ അവിടെ. അപ്പോൾ ആദ്യത്തെ ദിവസം വരയ്ക്കാൻ വേണ്ടി ഒരു സ്റ്റാർ, വലിയൊരു സ്റ്റാർ വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇട്ട പൂക്കളം വന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അത് ഇരുന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കഷ്ടപ്പെട്ട് മായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പൂക്കളം എങ്ങനെയുണ്ട് ഗൈസ്? അങ്ങനെ ആ ചെറിയൊരു പൂക്കളത്തിൽ നമ്മൾ നിർത്തി. ഇനി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പല്ല് കഴിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് പൂക്കളിടാനായിട്ട്. അപ്പം ഇനി ഫുഡൊക്കെ കഴിക്കാം അല്ലേ സച്ചു? ഇടാൻ പോവാണ് ഗൈസ്. ഈ ഡിസൈനാണ് വിചാരിക്കുന്നത്. ഓണൊക്കെ അല്ലേ, മെഹന്തി ഇടാന്ന് വിചാരിച്ചപ്പോ അമ്മ ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു വിളിച്ചു. അപ്പൊ അതൊന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് കരുതി. അമ്മ എന്തോ പായസം? അമ്മ മത്തങ്ങ, ചെറുപയർ പരിപ്പ് കുറച്ചിട്ടിട്ട് മത്തങ്ങി ചെറുപയർ പരിപ്പ് പായസം. ഓക്കെ, സെറ്റ്. രണ്ടാം പാലില് വേവിച്ച് മത്തങ്ങ ഉടയ്ക്കുക. എന്നിട്ട് പരിപ്പ് വേവിച്ചതും കൂട്ടി അടക്കുക. എന്താ പെട്ടെന്നൊരു മത്തങ്ങ പായസം എന്ന് ചിന്തിക്കണവർക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ കുട്ടികളൊക്കെ ഉള്ളവര് സച്ചൊന്നും തീരെ മത്തങ്ങയൊന്നും കഴിക്കില്ല. അപ്പൊ അവരുടെ ഉള്ളിലേക്ക് മത്തങ്ങയ്ക്ക് എത്തിക്കാൻ പറ്റിയൊരു നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഈ പായസം. എന്നിട്ട് നേരത്തെ അമ്മ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ശർക്കരയുടെ ക്യൂബ്സ് ഇതിലേക്ക് ആഡ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 4-5 എണ്ണം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ശർക്കര ഇളക്കി അലിയണ വരെ നമ്മൾ അലിയിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ ചെറുപയർ പരിപ്പ് വേവിച്ച് വെച്ചതുണ്ട്. അത് ഈ പായസത്തിലേക്ക് എന്ത് ചെയ്യണം, പതുക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര ഒന്ന് അലിഞ്ഞ് വരാൻ നമുക്കറിയാമല്ലോ, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. പിന്നെ ഈ പായസത്തേക്ക് ഇടാൻ വേണ്ടി തേങ്ങാക്കൊത്ത് അവിടെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തേങ്ങ വേണം. എന്നിട്ട് അമ്മ ഞങ്ങൾക്ക് തേങ്ങയൊക്കെ എടുത്ത് തന്നു. ഞങ്ങൾ രണ്ടാളും മത്സരിച്ച് തേങ്ങ തിന്നായിരുന്നു. അത് അല്ലെങ്കിലും അങ്ങനെയല്ലോ, ഈ ഉപ്പേരിക്കൊക്കെ നുറുക്കി വെച്ചെടുത്ത് തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. വീണ്ടും ഞാൻ മൈലാഞ്ചി ഇടൽ തുടരാൻ വേണ്ടി പോയി.
അങ്ങനെ മൈലാഞ്ചി ഇടാൻ തുടങ്ങി. സച്ചു കണ്ടിട്ട് എൻ്റെ വീഡിയോഗ്രാഫർ, അവൾ തിരിഞ്ഞു മറിഞ്ഞാൽ എടുക്കട്ടെ, ഇത് ഞാൻ എടുക്കട്ടെ, ഓരോ സ്റ്റെപ്പ് ഞാൻ ചെയ്യുമ്പോഴും ചേച്ചി ഇത് ഞാൻ എടുക്കട്ടെ, ഇത് ഞാൻ എടുക്കട്ടെ ചേച്ചി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഫോൺ കൊടുത്തതായിരുന്നു. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എൻ്റെ ഓരോരോ സ്റ്റെപ്പും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ വിളിച്ചു അടുത്ത വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അത് നിർത്തി വീഡിയോ എടുക്കാൻ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് തേങ്ങാക്കൊത്ത് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ എന്ത് ചെയ്തു, പായസം നമ്മൾ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഈ തേങ്ങാക്കൊത്ത് നല്ലോണം നല്ലൊരു ബ്രൗൺ ആവണം, പക്ഷെ കരിയാതെ നോക്കുകയും വേണം. അത് ആ നെയ്യിൽ തന്നെ ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എന്നിട്ട് അത് അങ്ങനെ ആ നെയ്യോടെ നമ്മൾ പായസത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. എന്താ മണം! മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പക്ഷെ ഇതെങ്ങനെ ഞാൻ വീഡിയോയിൽ മിസ് ചെയ്യും, അതുകൊണ്ട് ഞാൻ അത് നിർത്തി വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മളതൊരു ഗ്ലാസ്സിലാക്കി ആറാൻ വെച്ചു. ഒന്ന് ചൂടാറിയല്ലേ നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റും. അതങ്ങനെ ചൂടാറാൻ വേണ്ടി വെച്ചു. പക്ഷെ അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എനിക്ക് കുടിക്കാൻ തോന്നി, ഞാൻ എടുത്ത് കുടിച്ചു. നല്ല അടിപൊളി പരിപ്പിൻ്റെയും മത്തങ്ങയുടെയും നെയ്യിൻ്റെയും ഒക്കെ ടേസ്റ്റുള്ള ഒരു സെറ്റ് സാധനം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, അതിൽ തേങ്ങാക്കൊത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ കടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചു ആണെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് മാറുന്നില്ല, ഞാൻ ഓരോന്ന് എന്തൊക്കെയാ ചെയ്യണം നോക്കി നിൽക്കുകയാണ്. മൈലാഞ്ചി ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. നല്ലൊരു സിമ്പിൾ അടിപൊളി മൈലാഞ്ചിയായി. പിന്നെ ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള പായസം നേരത്തെ ഫുള്ള് കുടിച്ചില്ല, നല്ല ചൂടുള്ളതുകൊണ്ട് അവിടെ ബാക്കി വെച്ചു. എന്നിട്ട് അത് ഇപ്പോഴാണ് എടുത്ത് കുടിച്ചത്. അതൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള കുറച്ച് ഇലയൊക്കെ വരച്ച്. ഹലോ ഗൈസ്, അപ്പോൾ ചേച്ചി മൈലാഞ്ചി ഇട്ട് കഴിയാറായി. ഇതാണ് അപ്പോൾ മൈലാഞ്ചി ഇട്ടിട്ട് ഫൈനൽ ലുക്ക് കാണാം. മൈലാഞ്ചി ഇട്ട് എന്നിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഗൈസ്, അത് ഇപ്പോഴല്ല, കുറച്ച് എന്തായാലും ഫൈനൽ ലുക്ക് കാണാം. ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കുറച്ച് നേരം ഇരുന്ന് കുത്തിരുന്ന് ചെയ്തതാണ്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് ശേഷം ഞാൻ സച്ചുവിനെ പഠിപ്പിക്കുകയായിരുന്നു. സച്ചുവിന് ഓണത്തിന് ശേഷമാണ് ഇത്തവണ ക്വാർട്ടർലി എക്സാംസ് വരുന്നത്, അതുകൊണ്ട് പഠിപ്പിച്ചു. അതിന് ശേഷം ഞാൻ പോയി കുളിക്കാൻ പോയി. എന്നിട്ട് ഞാനിപ്പോൾ പുതിയതായിട്ട് 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് സിറാണിത്. എപ്പോഴും കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അത് നന്നായിട്ട് 1 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യാറുണ്ട്. എനിക്ക് ചെറിയ ചേഞ്ചസ് ഒക്കെ കണ്ടു തുടങ്ങി, അതുകൊണ്ട് ഐ റിയലി ലൈക്ക് ദിസ് സിറം. ഞാൻ നേരത്തെ സച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ, അവളുടെ കയ്യിൽ വിടണമെന്ന്. എന്നെ വിട്ട് തന്നില്ല. ഞാൻ രാത്രിയായിട്ട് കൂടി ഞാൻ ഇരുന്നിട്ട് അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറിയ കൈയല്ലേ, വലിയ ഡിസൈനും കൊണ്ട് വന്നേക്കുക. എന്നിട്ട് ഞാൻ ആ വലിയ ഡിസൈൻ ആ കയ്യിൽ കൊള്ളിക്കാൻ പറ്റ പാട്. ഞാനെന്നിട്ട് എങ്ങനെയൊക്കെയോ അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതാക്കി വരച്ച് കൊടുത്തു. ആൻഡ് അവളുടെ മൈലാഞ്ചിയുടെ ഒരു ഫൈനൽ ലുക്കാണിത്. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അവൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.